1961 ജൂണിൽ നെഹ്റു മുഖ്യമന്ത്രിമാർക്ക് എഴുതിയ കത്തിൽ അദ്ദേഹത്തിന്റെ സംവരണ വിഷയത്തിലുള്ള നിലപാട് വ്യക്തമാക്കുന്നുണ്ട്. ഇന്ത്യയെ ആധുനികവൽക്കരിച്ച രാഷ്ട്രശില്പിയായ നെഹ്റുവിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: പരമ്പരാഗതമായ നമ്മുടെ അബദ്ധധാരണകളിൽ നിന്ന് പുറത്തു കടക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും കാര്യക്ഷമതയെപ്പറ്റിയും ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. അതിന് ഒരു ജാതിക്ക് അല്ലെങ്കിൽ ഒരു വിഭാഗത്തിന് സംവരണവും പ്രത്യേകമായ ആനുകൂല്യങ്ങളും അനുവദിക്കുന്ന പതിവ് അവസാനിപ്പിക്കുകയാണ് വേണ്ടത്. അടുത്ത കാലത്ത് മുഖ്യമന്ത്രിമാർ പങ്കെടുത്ത യോഗത്തിൽ ജാതിയുടെ അടിസ്ഥാനത്തിലല്ല, സാമ്പത്തിക പരിഗണനയുടെ അടിസ്ഥാനത്തിലാണ് സഹായങ്ങൾ നൽകേണ്ടതെന്ന് തീരുമാനിക്കുകയുണ്ടായി. പട്ടികജാതിക്കാരെയും പട്ടികവർഗക്കാരെയും സഹായിക്കുന്നതിനുള്ള ചില കീഴ്വഴക്കങ്ങളും നിയമങ്ങളും നമുക്ക് ബാധകമാണ്. അവർ സഹായം അർഹിക്കുന്നുണ്ടെങ്കിൽ പോലും ഏതെങ്കിലും തരത്തിലുള്ള സംവരണം, പ്രത്യേകിച്ച് സർക്കാർ സർവീസിൽ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. കാര്യക്ഷമതയില്ലായ്മയിലേക്കും നിലവാര തകർച്ചയിലേക്കും നയിക്കുന്ന ഏതൊന്നിനെയും ഞാൻ ശക്തിയായി എതിർക്കുന്നു. എല്ലാ കാര്യത്തിലും ഒരൊന്നാംകിട രാഷ്ട്രമാകണം എൻ്റെ രാജ്യം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. രണ്ടാം കിടക്കാരെ പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങുന്ന നിമിഷം നാം പരാജയപ്പെടും. ഒരു പിന്നോക്ക വിഭാഗത്തെ സഹായിക്കാനുള്ള ശരിയായ ഒരേ ഒരു മാർഗം നല്ല വിദ്യാഭ്യാസത്തിനുള്ള അവസരം ഒരുക്കുക എന്നതാണ്. കൂടുതൽ പ്രാധാന്യം കൈവരിക്കുന്ന സാങ്കേതിക വിദ്യാഭ്യാസവും ഇതിൽ ഉൾപ്പെടും. മറ്റെല്ലാം ശരീരത്തിന്റെ ആരോഗ്യത്തിനോ ശക്തിക്കോ ഉതകാത്ത ഊന്നുവടികൾ മാത്രമാണ്. സമീപകാലത്ത് നമ്മൾ സുപ്രധാനമായ 2 തീരുമാനങ്ങൾ എടുക്കുകയുണ്ടായി. ഒന്നാമതായി, സാർവത്രികവും സൗജന്യവുമായ പ്രാഥമിക വിദ്യാഭ്യാസം. ഇതാണ് അടിസ്ഥാന ഘടകം. രണ്ടാമതായി, സമർത്ഥരായ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വിദ്യാഭ്യാസത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും വിപുലമായ തോതിൽ സ്കോളർഷിപ്പുകൾ നൽകുക. ഭാഷാ പഠനത്തിന് മാത്രമല്ല, അതിനേക്കാൾ വളരെ കൂടുതലായി സാങ്കേതിക പഠനത്തിനും ശാസ്ത്ര പഠനത്തിനും മെഡിക്കൽ വിദ്യാഭ്യാസത്തിനും ഇതാവശ്യമാണ്. മിടുക്കന്മാരായ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും കാര്യം ഞാൻ എടുത്തു പറഞ്ഞത് അവരിലൂടെ മാത്രമേ നമ്മുടെ നിലവാരം മെച്ചപ്പെടുകയുള്ളൂ എന്നതിനാലാണ്. പ്രതിഭയുടെ ഒരു വൻ ശേഖരം നമുക്ക് നാട്ടിലുണ്ടെന്നതിൽ തർക്കമില്ല. അവർക്ക് അവസരം നൽകണമെന്ന് മാത്രം. പക്ഷേ മതത്തിന്റെയും ജാതിയുടെയും അടിസ്ഥാനത്തിലുള്ള സംവരണം ഏർപ്പെടുത്തുകയാണെങ്കിൽ കഴിവും ബുദ്ധിയുമുള്ളവരെ രണ്ടാം കിടക്കാരോ മൂന്നാം കിടക്കാരോ ആയി നാം തരം താഴ്ത്തും. സാമുദായിക പരിഗണന അടിസ്ഥാനമാക്കിയ ഈ സംവരണത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്നെ ദുഃഖിപ്പിക്കുന്നു. ഉദ്യോഗ കയറ്റങ്ങൾ പോലും ചിലപ്പോൾ ജാതിമത പരിഗണനകളുടെ അടിസ്ഥാനത്തിലാണെന്ന് കേട്ട് ഞാൻ അത്ഭുതപ്പെടുന്നു. ഈ പാതയിൽ വിഡ്ഢിത്തം മാത്രമല്ല, വിനാശവും പതിയിരിപ്പുണ്ട്. പിന്നോക്ക വിഭാഗക്കാരെ എല്ലാവിധത്തിലും നമുക്ക് സഹായിക്കാം. അത് പക്ഷേ കാര്യക്ഷമതയെ ബലികഴിപ്പിച്ചുണ്ടാകരുത്. രണ്ടാം കിടക്കാരെ കൊണ്ട് പൊതുമേഖലയിലെന്നല്ല ഏതൊരു മേഖലയും കെട്ടിപ്പടുക്കാൻ നമുക്കെങ്ങനെ സാധിക്കും?